എന്ന് ഈ രാത്രിയിലാകുമ്പോഴത്തേക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ടെൻഷന്. ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. രാത്രിയിൽ പിന്നെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കത്തില്ല. അങ്ങനെ ഇന്ന് നോക്കി ഇന്ന് പിന്നെ നമ്മൾ രാവിലത്തെ മാവ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കാപ്പിക്ക് ഉണ്ടാക്കിയ മാവ് ഇരിപ്പുണ്ടെങ്കിൽ അത് രാത്രിയിലങ്ങ് എടുക്കാറാണ് പതിവ്. ഇന്ന് സൂക്ഷം പോലെ നമുക്ക് രാവിലെ കാപ്പിക്ക് ഇന്ന് കിണ്ണത്തപ്പം ആക്കിയായിരുന്നു. അപ്പോൾ അതിന് 2 വട്ടം കൂടെ ആക്കാനുള്ള മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ പുളിച്ച് പൊങ്ങി ഫുള്ള് അടുക്കളയുടെ ഭാഗം മൊത്തമായി നല്ല ഇരട്ടി പണി എനിക്കിട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ നീക്കി എല്ലാം കഴിച്ചു. ഒരു പ്ലേറ്റിന് ഒഴിക്കേണ്ടത് ആ മാവ് അങ്ങനെ തന്നെ അങ്ങ് പോയി. പിന്നെ രാവിലത്തേക്കുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ അത് ഉണ്ടാക്കി അതങ്ങ് കഴിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രിയിലേക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കഞ്ഞി ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ തോന്നിയത്. കഞ്ഞി കുടിച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. അങ്ങനെ വെച്ചെന്നാൽ കഞ്ഞി ഉണ്ടാക്കാമെന്ന്. ഈസ്റ്ററായിട്ട് കഞ്ഞി കുടിക്കുന്നത് ഞങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. കഞ്ഞി ഉണ്ടാക്കിയെങ്കിലും പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടിയ കാലം മറന്നു. അങ്ങനെ കുറച്ച് മാങ്ങാ ചമ്മന്തിയും കഞ്ഞിയും പിന്നെ മുതിര തോരനുമായിരുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞി നമ്മൾ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് അടുപ്പത്ത് ആക്കിയൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ പിന്നെ പോയി കുളിക്കാനൊക്കെ പോയത്. അപ്പോഴത്തേക്ക് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് എയറെല്ലാം പോയി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് മുതിര ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിട്ട് ആദ്യം ഇതാക്കി വെച്ചിട്ടായിരുന്നു പിന്നെ കഞ്ഞി വെച്ചിരുന്നത്. അങ്ങനെ അതും ആയിട്ടുണ്ട്. ഇനി മുതിരത്തോരൻ എങ്ങനെയാണ് വെക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം, എൻ്റെ രീതിയായിട്ടോ. അപ്പം ഒരു പാൻ വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ആയിട്ടോ അതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, അത് നമ്മൾ തോല് കളയാതെ ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് പൊടിയായ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കരിഞ്ഞു പോയ ടേസ്റ്റ് മാറും. അതും കൂടി ഇട്ടിട്ട് നമ്മൾ പിന്നെ തിരികെ വെച്ചിരുന്ന ഒരു 2 പിടി തേങ്ങയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്, കുറച്ചേ ഇടുന്നുള്ളൂ. മുതിരയ്ക്കകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ അതും കൂടി ഇട്ട് നന്നായിട്ട് ഈ ഒരു തേങ്ങ ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് പരുവായി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മുതിരയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട്. ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ മുതിര വേവിച്ചിരുന്ന ആ ഒരു വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തത്തിപ്പൊത്തിയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് വേവട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്ക് മാങ്ങാ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിന് കുറച്ച് മാങ്ങയും പിന്നെ ചുവന്നുള്ളിയും പിന്നെ തേങ്ങയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഇതിനകത്ത് ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അത് അരയ്ക്കുന്ന സമയം കൊണ്ടേ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ആവിയൊക്കെ കയറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഇച്ചിരി വെന്തിട്ടുണ്ട്, എന്നാലും ഇച്ചിരി നമ്മൾ കടിക്കുമ്പോൾ ഇച്ചിരി കട്ടി ഉള്ളതുപോലെ തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ വെള്ളവും ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ആക്കിയെടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ തോരനെല്ലാം അടിപൊളിയായി വന്നിട്ടുണ്ട്. പക്ഷേ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയൊക്കെ എടുത്ത് ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളിയായിട്ടോ. നിങ്ങൾ ഇങ്ങനെയാണോ വെക്കുന്നത് ഇല്ലേന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതും കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ആ രീതിയിലും കൂടെ ഞാനൊന്ന് വെച്ച് നോക്കിയിട്ട് എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാനും കൂടെ പറയാം. പിന്നെ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ കഞ്ഞിയും തോരനും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ച് അങ്ങോട്ട് എടുക്കുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു ഇന്ന്. കഞ്ഞിയും തോരനും പിന്നെ നമ്മളുടെ മാങ്ങാ ചമ്മന്തി. അയ്യോ, ഈ മാങ്ങാ ചമ്മന്തിയൊക്കെ പണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ കല്ലിൽ വെച്ചല്ലേ അരയ്ക്കുന്നത്. അമ്മിക്കല്ലിൽ വെച്ച് അമ്മ അരച്ച് ഇങ്ങനെ തരും. എന്നിട്ട് ലാസ്റ്റ് നമ്മളത് എടുക്കുമ്പോഴത്തേക്ക് ആ ചമ്മന്തി കൂടെ എടുക്കുമ്പോൾ ആ കല്ലിലൊക്കെ പറ്റി ഇരിക്കുമല്ലോ. അതിനകത്ത് കുറച്ച് ചൂട് ചോറും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ആ കല്ലിലിട്ട് ഇളക്കി വാരി ഇങ്ങോട്ട് വായിലോട്ട് വെച്ച് തരുമ്പോൾ അയ്യോ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അതൊക്കെ ഓർമ്മയിൽ ഇപ്പോൾ എവിടേക്കോ കിടക്കുകയാണ്. അതൊക്കെ നമ്മൾ കഴിച്ച കാലങ്ങൾ മറന്നു. അങ്ങനെയൊക്കെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതൊക്കെ ഒരു എന്തോ ഇപ്പോഴും ഒരു നല്ലൊരു ഓർമ്മയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചമ്മന്തിയും തോരനും ഒക്കെ റെഡിയായി. ഞങ്ങൾ കഞ്ഞി കുടിക്കും. ശരിക്കും പറഞ്ഞാൽ പപ്പടവും കൂടി ഉണ്ടാക്കാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പിന്നെ വിചാരിച്ചു കൂടുതലങ്ങ് അഹങ്കരിക്കണ്ട, ഇതൊക്കെ തന്നെ മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇതൊക്കെ ആയിട്ട് കഴിച്ചു. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കുറച്ച് കഞ്ഞിയേ വെച്ചോളൂ. ലാസ്റ്റ് ആയപ്പോൾ കുഞ്ഞൻ ചോദിച്ചു കഞ്ഞി തീർന്നോ എന്നുള്ള രീതിയിൽ. കാരണം ആ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഞ്ഞി അങ്ങനെ അധികം കുടിക്കാത്ത ആളാണ് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയും കുടിക്കും. അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്, കഞ്ഞി കുടിക്കത്തേ ഇല്ല അങ്ങനെയൊന്നും. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനൊക്കെ. അങ്ങനെ പിന്നെ അതെല്ലാം ഒന്ന് കഴുകിയൊക്കെ എടുത്തൊക്കെ വെക്കുമായിരുന്നു.
പിന്നെ ഒരു കാര്യം, അഖില ചിത്രയുടെ മകനായ ദേവദത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോനു, ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ ഒരു മോന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. പിന്നെ ഹായ് പറയാനും കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം. അർച്ചന, പവിത്ര പവിയുടെ മക്കളായ അഫിനപ്പനും അഫിനയ്ക്കും നമ്മളൊരു ഹായ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പേരുകൾ അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ ഇത് അവിടെ പാത്രങ്ങളെല്ലാം കഴുകിയെല്ലാം കഴിഞ്ഞു. ഇത് അവിടേക്ക് ഒന്ന് വൃത്തിയൊക്കെ ആക്കുമായിരുന്നു. തോരനൊക്കെ കുറച്ച് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയിൽ വെച്ചതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചില്ല, ഒന്നും കൂടെ ചൂടാക്കി അങ്ങനെ അടച്ചു വെച്ചു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി കിടന്നിട്ടുണ്ടായിരുന്നു, റെസ്റ്റ് എടുത്തു. പിന്നെ അത്രയും നേരം നമ്മൾ നിന്നയല്ലേ, അതുകൊണ്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് തണ്ണിമത്തൻ കട്ട് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഇന്നും എടുത്തില്ലെങ്കിൽ അത് ചീത്തയായി പോകുന്നതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങ് രാത്രിയിൽ അതങ്ങ് എടുത്തു. കുറച്ചേ ഉള്ളായിരുന്നു. കട്ട് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് ചില ഭാഗത്തൊക്കെ കേടും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കാണ് വെളിയിൽ തുണി കിടക്കുന്ന കാര്യം ഓർത്തത്. അങ്ങനെ പിന്നെ അത് കുറച്ച് നല്ല തുണികളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ബാക്കി നമ്മൾ വീട്ടിലിടുന്നതൊക്കെ അവിടെ ഇട്ടു. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മളിപ്പോൾ തുണി കഴിയുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ ഇന്നങ്ങ് കഴുകിയിട്ടാട്ടോ. അങ്ങനെ കുഞ്ഞിൻ്റെ യൂണിഫോമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ എന്ത് അഭിപ്രായങ്ങളായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഒരു പ്രചോദനം ഉണ്ടാവൂ. എന്നാൽ മാത്രമല്ലേ നമുക്ക് വീഡിയോസൊക്കെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമാണ് നിങ്ങളുടെ സ്നേഹം. അപ്പോൾ അത് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത പിടിക്കാണെന്നൊരിക്കും. ടാറ്റാ, സീ യു.